നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 731st day. Today 11th sloka of Prathama Skandha 7th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 731 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 7ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഓം ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി അദ്യകാത്മഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ. ഓം തത്സത്. ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി അദ്യകാത്മഹ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഹരേർ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി അദ്യകാത്മഹദാഖ്യാനം നിത്യം വിഷ്ണുജനപ്രിയ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഹരേ അതം പിരിക്കേണ്ടത് ഗുണാക്ഷിപ്തമതി ഭഗവാൻ നിത്യം വിഷ്ണുജനപ്രിയ ബാദരായണി മഹത് ആഖ്യാനം അദ്യകാത്. അതായത് അദ്യകാത് മഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ. ഹരേ ഗുണാക്ഷിപ്തമതിർ ഭഗവാൻ ബാദരായണി അദ്യകാത് ആഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ പ്രകാരമാണ് പദം പിരിക്കേണ്ടത്. ഹരിയുടെ ഗുണാക്ഷിപ്തമതി ഗുണങ്ങളാൽ അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയ, മതി എന്ന് പറഞ്ഞാൽ മനസ്സ്, ഭഗവാൻ മഹാമഹിമയുള്ളവനും നിത്യം എപ്പോഴും വിഷ്ണു ജനപ്രിയ വിഷ്ണുജനങ്ങളിൽ പ്രീതിയുള്ളവനും ബാദരായണൻ്റെ പുത്രനായിട്ടുള്ളവനും. ശ്രീ ശുകബ്രഹ്മർഷിയാണ് ഇപ്രകാരം പറയുന്നത്. മഹത്തായ ആഖ്യാനത്തെ അദ്യകാത് പഠിച്ചു. അതായത് വിഷ്ണുജനങ്ങളിൽ പ്രീതിയുണ്ടായിരുന്ന ശ്രീ ശുകബ്രഹ്മർഷി ജനങ്ങളോട് കൂടി സമ്പർക്കത്തിന്, ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഗുണങ്ങളാൽ തന്നെ അപഹരിക്കപ്പെട്ട മഹത് ഗുണങ്ങളാലും അപഹരിക്കപ്പെട്ട മനസ്സോടുകൂടിയ ഹരിഭക്തനായ മഹാമഹിമയുള്ള ആ ബാദരായണൻ്റെ പുത്രനായിട്ടുള്ള ആ ശ്രീ ശുകബ്രഹ്മർഷി തൻ്റെ മനസ്സിലുള്ള ഈ ഭാഗവതം പഠിച്ചിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗപ്രദമായി അവരുമായി സത്സംഗത്തിന് വേണ്ടി, സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം ഉണ്ടാകുവാൻ വേണ്ടി, അവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി പഠിച്ചു. എന്തിനു വേണ്ടിയാണ്? എല്ലാ അറിവുമുള്ള ശ്രീ ശുകബ്രഹ്മർഷി സർവാത്മാവായ, സർവത്തിലും കുടികൊള്ളുന്ന എന്ന് പറയപ്പെട്ടു ആദ്യം. അപ്രകാരമുള്ള ശ്രീ ശുകബ്രഹ്മർഷി എന്തിനു വേണ്ടിയിട്ടാണ് ശ്രീമദ് മഹാഭാഗവതം പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, സദ്ഗുണങ്ങൾക്ക് അത് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി. ഭഗവാനെ എപ്പോഴും ഭഗവാനെ മനസ്സിൽ കൊള്ളുന്ന അദ്ദേഹം ഭഗവാനോട് പ്രിയമുള്ളവർക്ക് അത് ഭഗവത് ഉപദേശം നൽകുവാൻ, അവരുമായിട്ടുള്ളൊരു സമ്പർക്കം ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് ഈ ആഖ്യാനത്തെ പഠിച്ചു. തൻ്റെ അച്ഛൻ തന്നെ സൃഷ്ടിച്ച ശ്രീമദ് മഹാഭാഗവതത്തെ നന്നായി പഠിച്ച്
മറ്റുള്ളവർക്ക്. അതാണ് പരീക്ഷത്തിനൊക്കെ ശ്രീ ശുക ബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുന്നത്. അത് പഠിച്ചതുകൊണ്ടാണ് അപ്രകാരം വന്ന് ചെയ്യാൻ പറ്റിയത്. അതിനു വേണ്ടിയിട്ടാണ് സർവാത്മാവായ അദ്ദേഹം ഇത് പഠിച്ചത് എന്ന് ഇവിടെ പറയുകയാണ്. സൂതനാണ് സൗനകാദികളുടെ സംശയത്തിന് മറുപടിയായിട്ട് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഹരീർ ഗുണാക്ഷിപ്ത മതിർ ഭഗവാൻ ബാദരായണി അദ്യഗാൻമഹദാഖ്യാനം നിത്യം വിഷ്ണു ജനപ്രിയ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.